അങ്ങനെ ഇത്തവണത്തെ ക്രിസ്മസും എത്തി. അപ്പോൾ നമ്മൾ ക്രിസ്മസ് കാഴ്ചകൾ കാണാൻ ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ. ഇത് നമ്മുടെ തൃശ്ശൂർ ഫെജിയുടെ പുതിയ ഷോറൂം അവർ ഉള്ളൂർ കുറച്ച് നാൾ മുന്നേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിതുവരെ പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ മിക്കപ്പോഴും പോകുന്ന ഒരു ഷോപ്പാണ് ഫെജി. അപ്പോൾ ഒരു പുതിയ ഔട്ട്ലെറ്റ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഒന്ന് പോയി കണ്ടേക്കാമെന്ന് വിചാരിച്ചു. ഇതിപ്പോൾ ക്രിസ്മസ് പ്രമാണിച്ച് ഒരു ക്രിസ്മസ് വില്ലേജ് മാത്രമാണ് അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ക്രിസ്മസിൻ്റെ എല്ലാ ഡെക്കോർ ഐറ്റംസും എല്ലാം ഉണ്ട്. എല്ലാം കണ്ട് നടക്കാൻ തന്നെ ഭയങ്കര രസമാണ്. ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട്. നല്ല പ്രീമിയം ക്വാളിറ്റിയിൽ പുറത്തു നിന്നുള്ള സാധനങ്ങളൊക്കെയാണ് അവർ ഇറക്കിയേക്കുന്നത്. ഇതിപ്പോൾ ഫ്ലവർ മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഏരിയ ഉണ്ട്. ഫേക്ക് ഫ്ലവേഴ്സാണ്, പക്ഷെ കാണാൻ ഭയങ്കര രസമായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറേ അവിടെയൊക്കെ കണ്ട് നടന്നു. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടുന്ന തരത്തിലാണ് അവരത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നല്ല ക്യൂട്ടായിട്ടുള്ള ഇങ്ങനെ ക്രിസ്മസ് പാപ്പമാരും പിന്നെ ഇങ്ങനത്തെ കുറേ ഡോൾസും ഇതിങ്ങനെ പാട്ടൊക്കെ പാടുമായിരുന്നു. പിന്നെ മുകളിൽ പോയാൽ ഒരു ഫ്ലോർ ഫുൾ ക്രിസ്മസ് ട്രീസിന് മാത്രമായിട്ട് അവർ സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. അപ്പോൾ നമ്മളതൊക്കെ കുറേ നടന്ന് കണ്ടു. അവിടെ നിന്നൊന്നും വാങ്ങിയൊന്നുമില്ല. ഫ്രണ്ടിൽ തന്നെ വലിയൊരു ക്രിസ്മസ് ട്രീ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ കണ്ട് നമ്മൾ തിരിച്ചിറങ്ങി. അപ്പോൾ ഇങ്ങനെ ഈ ക്രിസ്മസ് ടൈം എനിക്ക് തോന്നുന്നു ഒരു വിധം പേർക്കൊക്കെ ഇഷ്ടപ്പെട്ട ഒരു മന്താണ് ഈ ഒരു ക്രിസ്മസ് മന്ത്, അല്ലെങ്കിൽ നവംബർ ഡിസംബർ ടൈം. കാരണം ഭയങ്കര കളർഫുള്ളായിരിക്കും. നമ്മൾ റോഡിലൂടെ ഇങ്ങനെ വെറുതെ പോകുമ്പോൾ തന്നെ നല്ല രസം. ഒരുപാട് കാഴ്ചകളുണ്ടാവും. വീടുകളെല്ലാം ഡെക്കോർ ചെയ്ത് വെച്ചിരിക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് അതിശയം തോന്നും. അതുപോലെ ഷോപ്പുകളായിരുന്നു അത് കണ്ടില്ലേ, കുഞ്ഞുടുപ്പിട്ടിട്ട് നല്ല റെഡ് ഉടുപ്പിട്ടിട്ട് ഒരുപാട് കുട്ടികൾ നിറഞ്ഞിരിക്കുന്നത്. എല്ലാ ഷോപ്സിൻ്റെയും തീം വൈറ്റും റെഡായിരിക്കും. ഇതിപ്പോൾ നമ്മുടെ തൃശ്ശൂർ പുത്തമ്പള്ളിയുടെ ക്രിസ്മസ് ചന്തയുടെ ഏരിയ ആണ്. ഞാൻ കഴിഞ്ഞുള്ള ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. നല്ല റഷാണ്. നമ്മൾ ഈ ഓണത്തിന് ഉത്തരാടപ്പാച്ചിൽ എന്ന് പറയുന്ന പോലെയാണ് ക്രിസ്മസിന്. ഇതിൻ്റെ ഉള്ളിൽ എനിക്കൊന്നും കടക്കാൻ പറ്റില്ല. രാത്രി പ്രത്യേകിച്ച്, പകൽ പിന്നെയും കുഴപ്പമുണ്ടാവില്ല, പക്ഷേ രാത്രി സമയത്തായ അയ്യോ എല്ലാവരും ഇതിൻ്റെ ഉള്ളിലാണ്. ഒരുപാട് ലൈറ്റ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഒരു ലൈറ്റ് വാങ്ങി വീട്ടിൽ കൊണ്ട് അച്ഛന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അച്ഛനിപ്പോൾ അത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ വേറെ ഒരെണ്ണത്തിൽ കാണിക്കാം കേട്ടോ. അങ്ങനെ നമ്മളത് അവിടെയൊക്കെ കുറേ നടന്ന് കണ്ടു. അപ്പോൾ നമുക്കും ഒരു ഗിഫ്റ്റ് വാങ്ങിക്കാണ്ടായിരുന്നു. അപ്പോൾ അത് തപ്പി പോണതിൻ്റെ ഇടയിലാണ് രണ്ട് ക്രിസ്മസ് പാപ്പന്മാർ അവിടെ നിന്ന് വൈബ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് നമ്മൾ നമ്മുടെ ഗിഫ്റ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയി. നമ്മൾ സ്ഥിരം പോകുന്നൊരു ഷോപ്പുണ്ട്, അവിടേക്കാണ് പോയത്. ആ സമയത്തൊക്കെ ഭയങ്കര റഷാണ് അവിടെ. വണ്ടികൾ ഇതിൻ്റെ ഇടയിൽ കൂടെ പാസ് ചെയ്യുമ്പോൾ തിരക്കൊന്നുകൂടി കൂടും. അപ്പോൾ ഇത് ചെറുവത്തൂർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഗിഫ്റ്റ് ഷോപ്പാണ് പുത്തമ്പള്ളിയുടെ അവിടെ നിന്ന്. അപ്പോൾ അവിടെ ഇങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്. അപ്പോൾ ഇത് കാണുമ്പോൾ ശരിക്കും നൊസ്റ്റാൾജിയ. സ്കൂൾ കോളേജ് കാലഘട്ടത്തിലേക്കൊക്കെ ഒന്ന് തിരിച്ചു പോയി. കാരണം അന്നിങ്ങനെ ഈ ക്രിസ്മസ് ഫ്രണ്ടിന് സെലക്ട് ചെയ്ത് ഗിഫ്റ്റ് കൊടുക്കാന്നൊക്കെ പറയുന്നത് ഭയങ്കര ഇഷ്ടമുള്ളൊരു പരിപാടിയായിരുന്നു. ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. അപ്പോൾ അതിന് വേണ്ടി ഗിഫ്റ്റ് പോയി ചൂസ് ചെയ്യുക, എത്ര വാങ്ങിച്ചാലും തൃപ്തിയാവില്ല. പിന്നെ ഇതിൻ്റെ ഇടയിൽ വേറെ നടക്കുന്ന ഒരു രസമുണ്ടല്ലോ, നമ്മൾ ചിലപ്പം വലിയ ഗിഫ്റ്റൊക്കെ ഭയങ്കര കാര്യമായിട്ട് കൊണ്ടു കൊടുക്കും. പക്ഷേ ചിലപ്പോൾ നമുക്ക് കിട്ടുക വളരെ കുഞ്ഞു ഗിഫ്റ്റൊക്കെ ആയിരിക്കും. പക്ഷേ നമ്മൾ കൊടുക്കുന്ന ആളായിരിക്കില്ല നമുക്ക് തരിക. പക്ഷെ എന്നാലും നമുക്കത് വിഷമം. എന്നിട്ട് അത് പറഞ്ഞ് പരാതി കരച്ചിലേ, അയ്യോ ഇത് കുറേ ഡ്രീം ക്യാച്ചേഴ്സ് എടുക്കുന്നുണ്ട്, ഈ ഡ്രീം ക്യാച്ചേഴ്സ് ഞാൻ ഉണ്ടാക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതെനിക്ക് കണ്ടപ്പോൾ അതൊക്കെ ഞാനൊന്ന് ഓർത്തു. അങ്ങനെ നമ്മൾ ഗിഫ്റ്റൊക്കെ വാങ്ങിച്ച് തിരിച്ചു വന്നപ്പോൾ നമ്മുടെ പാപ്പന്മാരുടെ വൈബിന് ഒട്ടും കുറവുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ നമ്മൾ കണ്ട് അങ്ങനെ വീട്ടിൽ പോയി. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.